ഗർഭാവസ്ഥയിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാമോ? ഗർഭിണിയായിരിക്കുമ്പോൾ യാത്ര ചെയ്യാമോ എന്നത് പലരുടെയും സംശയമാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്: 1. ഗർഭാവസ്ഥയിൽ യാത്ര ഒഴിവാക്കണമോ? 2. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഗട്ടറുള്ള റോഡുകളിൽ യാത്ര ചെയ്യുന്നതിലൂടെ ഗർഭം അലസിപ്പോകണമെന്നില്ല. ശക്തമായ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹന അപകടമോ ഉണ്ടാവുകയാണെങ്കിൽ അത് കുഞ്ഞിന് ഒരു ആഘാതമായി വരികയുള്ളൂ. ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോയിലും യാത്ര ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ബസ്സിലും കാറിലും ഒക്കെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. തിരക്കുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകൾ കൂടാനും മരുന്നുകൾ കഴിക്കാനും ഇടവരുന്നു. ഗർഭിണികൾ ആൾക്കൂട്ടമുള്ളിടത്തേക്ക് പോകുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഗർഭകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആദ്യത്തെ 3 മാസം. ഈ കാലയളവിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മുൻപ് ഗർഭം അലസിപ്പോയിട്ടുള്ളവർ, മാസം തികയാത്ത പ്രസവം, രക്തസമ്മർദ്ദം ഉള്ള ഗർഭിണികൾ തുടങ്ങിയവർ യാത്രകൾ ഒഴിവാക്കുക. എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിലും ക്ഷീണമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ബസ്സിലാണ് യാത്രയെങ്കിൽ സീറ്റിൽ ഇരുന്ന് മാത്രം യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇരിക്കുമ്പോൾ കൈകൾ മുന്നിലുള്ള സീറ്റിൽ പിടിച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കുലുക്കം, ബ്രേക്കിടൽ തുടങ്ങിയവ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കഴിവതും ബസ്സിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോൾ മുതൽ യാത്ര ഒഴിവാക്കണം? ആദ്യത്തെ 3 മാസം യാത്രകൾ ഒഴിവാക്കുക. ഗർഭം അലസിപ്പോകാനും രക്തസ്രാവത്തിനും ഉള്ള സാധ്യതകൾ ഈ സമയത്ത് കൂടുതലാണ്. മോഷൻ സിക്നസ് ഉള്ളവർക്ക് ഛർദി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. 3 മാസത്തിനു ശേഷമാണ് യാത്ര ചെയ്യാൻ സൗകര്യപ്രദവും അപകട സാധ്യത കുറവുള്ളതുമായ സമയം. അവസാന 3 മാസങ്ങളിൽ അധിക സമയം ഇരിക്കാനും യാത്ര ചെയ്യുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്: ഇപ്പോൾ പല വീടുകളിലും ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമം എടുക്കാനാണ് പറയുന്നത്. ആദ്യത്തെ 3 മാസത്തിൽ മാത്രമല്ല, തുടർന്നുള്ള സമയത്തും പൂർണ്ണ വിശ്രമത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. കുറേ തവണ ഗർഭമലസൽ നടന്നവരോടും 35 വയസ്സിന് മുകളിൽ പ്രായം കഴിഞ്ഞവരിലും ഗർഭമലസൽ റിസ്ക് ഉണ്ടാകാം എന്നതിനാലും ചിലപ്പോഴെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറയാറുള്ളതാണ്. അങ്ങനെയുള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെസ്റ്റ് എടുക്കുക. ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.